All I wanted. Hi guys and welcome to my YouTube channel. So ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിനെക്കുറിച്ചാണ്. CHARGEDEX ചെയിൻ ഓയിലർ കിറ്റ്. ഓക്കെ, സോ ഈ സംഭവത്തിനെ കുറിച്ചുള്ള ഇൻസ്റ്റലേഷനോ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഞാൻ ഈ സംഭവം ഇപ്പോൾ എൻ്റെ വണ്ടിയെ കയറ്റിയിട്ട് ഒരു 5 മാസം മേളിലായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. സോ ഗൈസ്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സംഭവം എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജുണ്ട്, CHARGEDEX എന്ന് പറഞ്ഞ്. അവരുടെ പ്രൊഡക്റ്റാണ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചെയിൻ ഓയിലർ കിറ്റ്. അതായത് നമ്മുടെ വണ്ടീനെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ യാത്ര പോവോ അല്ലെങ്കിൽ ഒരു റൈഡ് പോവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ചെയിനയിലേക്ക് ഓയിൽ കഷ്ടപ്പെടാതെ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് ലൂബ് അടിക്കാതെ ഓൺ ദ റൺ നമുക്ക് ചെയിനിൽ ലൂബ് ചെയ്യാവുന്നൊരു സംഭവമാണ് ഈ ചെയിൻ ഓയിലർ കിറ്റ്. സോ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടെയ്നറും ഒരു പമ്പും ഉണ്ട്, പിന്നെ ട്യൂബാണ്. ആ ട്യൂബ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറ്റി വിട്ട് നേരെ ഇവിടെ വന്ന് ഈ ബ്രഷിൽ കൂടെ വന്നാണ് ഓയിൽ നമ്മുടെ ചെയിനയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടും ഒരു എന്നാ പറയുന്നത്, ഏതൊരു റൈഡറിനും ഒരു അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനം. കാര്യം എൻ്റെ വണ്ടിയുടെ ഈ ചെയിൻ നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 8000 കിലോമീറ്റർ മേളിലായിട്ടുണ്ട് ഈ ചെയിനായിട്ടിട്ട്. ഇതുവരെയും ഒരു പ്രാവശ്യം പോലും ഞാൻ ഈ ചെയിന് ലൂബ് ചെയ്യോ ക്ലീൻ ചെയ്യോ ചെയ്തിട്ടില്ല. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഈ വണ്ടി ഓൺ ദ റൺ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ആ സാധനത്തിൽ ഞെക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്രഷിൻ്റെ ഇടയിൽ കൂടെ ലൂബ് വന്ന് നമ്മുടെ ഈ ചെയിനിനെ ഈ ബ്രഷ് ക്ലീനും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ലൂബ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അതുകൊണ്ട് വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അലോയിൽ അടിക്കുന്ന ചെളി, അതായത് ഇപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കരമായിട്ട് ഓയിൽ തെറിക്കും ഈ ചെയിൻ ലൂബിൻ്റെ ഇത്. പക്ഷേ ഇതിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. കമ്പാരിറ്റീവ്ലി ഒത്തിരി കുറവാണ്. കാര്യം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞാനിപ്പോൾ ചെയിനാണെങ്കിൽ അലോയ് വണ്ടിയിൽ നിന്ന് കഴുകിയിട്ട് തന്നെ ഇപ്പോൾ കുറേ നാളായി. പക്ഷേ അലോയുടെ കളർ കാണാമല്ലോ, വലിയൊരു ഇതില്ല, എന്നാലും ചെറിയ രീതി വരും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ സാധാ ചെയിൻ ലൂബ് അടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കുറവുണ്ട്. അതാണ് ഈ സംഭവത്തിൻ്റെ. ഇപ്പോൾ ഇതിൻ്റെ ഫങ്ഷനിങ്, അതായത് വണ്ടി ഓൺ ദ റണ്ണിലുള്ള വീഡിയോ ഇപ്പം നിങ്ങളെ കാണിക്കാം. ഈ സംഭവത്തിൻ്റെ ഇപ്പോൾ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മേടിച്ച സമയത്ത് ഇതിന് 1900 രൂപയായിരുന്നു, 1900 റുപ്പീസായിരുന്നു. അന്ന് എനിക്കാണെങ്കിൽ ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഹാൻഡിൽ ബാർ സെറ്റപ്പായിരുന്നു. കാര്യം അതായത് ഇത് കാണാമോ, ഇത് ഒരു ബൈക്ക്, അതായത് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറിനുള്ളൊരു സെറ്റപ്പല്ലായിരുന്നു. പക്ഷേ സാധാ ബുള്ളറ്റ് അല്ലെങ്കിൽ ഡ്യൂക്ക് അങ്ങനത്തെ വണ്ടികൾക്കുള്ളൊരു ഹാൻഡിൽ ബാർ സെറ്റപ്പായിരുന്നു. അപ്പോൾ ഞാനിതൊരു കഷ്ടമായിട്ട് ഞാൻ എൻ്റെ ഇതിലായിട്ട് ഉണ്ടാക്കിയതാണ്, എൻ്റെ വണ്ടിയിൽ സൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇരുമ്പിൻ്റെ പട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വർക്കി സെറ്റപ്പ് ചെയ്തതാണ്. പക്ഷേ ഇപ്പം അവരാണെങ്കിൽ സാധനം RS, NS, RC ഒക്കെ അതിനൊക്കെ ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. ഞാനിതൊരു ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. കാര്യം ഭയങ്കരമായിട്ട് ഒത്തിരി ഈസി ആക്കിയിട്ടുണ്ട്. ഒരു ഡേ ടു ഡേ യൂസിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ചെയിൻ്റെ ലൈഫും ചെയിൻ്റെ ക്ലീനിങ്ങും ഇതെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തംസ് അപ്പ് ഇടുക. Subscribe to my YouTube channel. Thank you. See you guys again.